ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം ക്വിസിൻ്റെ സ്കൂൾ തലം LP ക്വസ്റ്റ്യൻ പേപ്പറാണ്. അക്ഷരമുറ്റത്തിന് പങ്കെടുത്ത എല്ലാ മക്കളും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാൻ സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതി ഏത്? ആൻസർ ലൈഫ് മിഷൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇന്ത്യ തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേര് ഗഗൻയാൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, മലയാള മാസത്തിലെ അവസാനത്തെ മാസം ഏതാണ്? ആൻസർ കർക്കിടകം. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനം ഗോവയാണ്, എന്നാൽ വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, സമരം തന്നെ ജീവിതം ഏത് ജനനേതാവിൻ്റെ ആത്മകഥയാണ്? VS അച്യുതാനന്ദൻ. ആറാമത്തെ ക്വസ്റ്റ്യന്, ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതെന്ന്? ആൻസർ ജൂലൈ 11. ഏഴാമത്തെ ക്വസ്റ്റ്യന്, കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയുണ്ട്, കേരളത്തിലെ ഔദ്യോഗിക പക്ഷി കൂടിയാണിത്, ഏതാണ് ആ പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. 2025 IPL ചാമ്പ്യന്മാർ ആര്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്, കൊഹിമ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്? ആൻസർ നാഗാലാൻഡ്. സംസ്ഥാനം, അവരുടെ തലസ്ഥാനം, ഭാഷ, കലാരൂപങ്ങൾ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് LSS ക്ലാസ്സിൽ പഠിക്കണം കേട്ടോ. പത്താമത്തെ ക്വസ്റ്റ്യന്, ഒരു ചതുരക്കടലാസിൻ്റെ 4 മൂലകളും വെട്ടിക്കളഞ്ഞാൽ അവശേഷിക്കുന്ന രൂപത്തിന് എത്ര മൂലകൾ ഉണ്ടാകും? ആൻസർ 8. ഇതാ ഇവിടെ ചിത്രം കണ്ടല്ലോ, ഇതുപോലെ വെട്ടിമാറ്റണം. 11ാമത്തെ ക്വസ്റ്റ്യന്, 2025 വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയത് ആര്? ആൻസർ ദിവ്യ ദേശ്മുഖ്, ഇന്ത്യക്കാരിയാണ് അല്ലേ. 2, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? 1, വായ ഒരു ഔഷധിയാണ്, ശരിയാണ്. 2, നീലത്തിമീങ്കലം ഒരു മത്സ്യമാണ്, ഇതാണ് തെറ്റ് അല്ലേ. മൂന്നാമത്തത് എന്താണ്? വവ്വാൽ ഒരു സസ്തനിയാണ്, അത് ശരിയാണ്. 13, കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി, 2 സ്ഥലങ്ങളുടെ പേര് ചേർത്ത് വെച്ചാണ് ഈ ഉരുൾപൊട്ടൽ അറിയപ്പെടുന്നത്, ഏതാണ് സ്ഥലങ്ങൾ? സ്ഥലത്തിൻ്റെ പേര് എഴുതണം. മുണ്ടക്കൈ, ചൂരൽമല. 14ാമത്തെ ക്വസ്റ്റ്യന്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ MP രാജേഷ്. 15, സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്നത് ഒരു വർണ്ണകമാണ്, എന്താണ് അതിൻ്റെ പേര്? ഹരിതകം. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഇന്ത്യ. 11 വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താറുള്ളത്. 2011 അവസാനമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത്. അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് 2027. 2021 നടത്തേണ്ടിയിരുന്നത്. എന്താണ് നടക്കാതിരുന്നത്? കാരണം മക്കളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിറക് കത്തുമ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വാതകം ഏത്? ആൻസർ കാർബൺ ഡയോക്സൈഡ്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം എന്നാണ്? ഡിസംബർ 3. 19ാമത്തെ ക്വസ്റ്റ്യന്, കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? ആൻസർ ആറളം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? ആൻസർ ഇന്ത്യ. ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്നാമത്തത്, വംശനാശം സംഭവിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം ഏത്? റെഡ് ഡാറ്റ ബുക്ക്. 2, ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച നഗരം ഏത്? കോഴിക്കോട്. ജൂലിയസ് സീസർ എന്ന നാടകം എഴുതിയത് ആര്? ആൻസർ വില്യം ഷേക്സ്പിയർ. കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? K കേളപ്പൻ. സാറോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഡോക്ടർ V നാരായണൻ. എൻ്റെ മക്കളെല്ലാവരും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ LSS ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.